കഥകൾക്ക് കുട്ടികളുടെ വികാസത്തിലുള്ള പങ്ക് എന്താണ്? കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ മെച്യൂരിറ്റി, പിന്നെ അവരുടെ ലാംഗ്വേജ് സ്കിൽസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ കഥകൾ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് വായിച്ചിട്ടുള്ളത്. അവരുടെ ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കുന്നതൊക്കെ ഒരു പരിധിവരെ കഥകൾക്ക് അതിൽ വലിയൊരു പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. അതുപോലെ തന്നെ അവരുടെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ മുതിർന്നവരെ പോലെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർക്ക് പറ്റണം എന്നില്ല. അവരുടെ ഇതിന് വേണ്ടിയിട്ട് ഈ റീസണിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അവരുടെ തലച്ചോറിൻ്റെ ഭാഗങ്ങൾ അതൊക്കെ മെച്യൂറായിട്ട് വരുന്നല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കഥകൾ അതിന് കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വായിക്കുകയുണ്ടായി. അതായത് അവർക്ക് അവരുടെ ഇമോഷൻസിനെ മിറർ ചെയ്യാനായിട്ട് കഥകളിലൂടെ സാധിക്കും. അവർക്കൊരു ഫ്രീ എക്സ്പ്രഷനുള്ള സ്കോപ്പ് കഥകൾ നൽകുന്നുണ്ട്. പിന്നെ അവർ മോഡൽ ചെയ്യും. അപ്പോൾ കഥകൾക്ക് ഇങ്ങനെ ഒരുപാട് റോളുണ്ട്. നമ്മൾ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇത്രയൊന്നും അവെയർ അല്ലായിരുന്നു. പിന്നെ മകനുണ്ടായതിന് ശേഷം അവനുമായിട്ട് ഇടപഴകാൻ തുടങ്ങിയപ്പോഴാണ് കഥകളുടെ ഒരു ഇമ്പോർട്ടൻസ് കുട്ടികളുടെ വളർച്ചയ്ക്ക് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ തന്നെ ഭയങ്കര കൺഫ്യൂഷൻസായി. അപ്പോൾ അങ്ങനെയുള്ള ചില തോട്ട്സ് ഞാൻ പങ്കുവയ്ക്കാം. കാരണം അവർക്ക് ഇന്ന് ഈ കാലത്ത്, നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരുന്ന കാലത്തിനേക്കാൾ ഇന്ന് അവർക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് അവർ എക്സ്പോസ്ഡ് ആണ്. എന്താണ് അവരതിൽ നിന്ന് പിക്ക് ചെയ്യുക എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. അത് കൃത്യമായിട്ട് അതിലേക്ക് അവർക്കൊരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു മെൻറ്ററിങ് വേണമെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിക്കുകയായിരുന്നു, നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള മറ്റേ തുന്നൽക്കാരൻ്റെയും ആനയുടെയും കഥ. ഞാൻ ആ കഥയെ തെറ്റു പറയുമൊന്നുമല്ല, ഞാൻ ഒരു തോട്ട് മാത്രം ഷെയർ ചെയ്യാണ്. തുന്നൽക്കാരൻ എന്നും ആനയ്ക്ക് ഒരു പഴം കൊടുക്കുകയും പിന്നെ ഒരു ദിവസം തുമ്പിക്കൈയിലൊരു സൂചി കൊണ്ടൊരു കുത്തി ആനയെ കളിയാക്കുകയും ചെയ്യുന്നു. അപ്പോൾ തിരിച്ച് ആന ചെയ്യുന്നത് എന്താ? ആ ഒരു റിവെഞ്ചാണ് എടുക്കണേ. തിരിച്ച് തയ്യൽക്കാരനോടും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുകയാണ്, തയ്യൽക്കാരൻ്റെ മേത്തേക്ക് വെള്ളം ചീറ്റിച്ചുകൊണ്ട്. അപ്പോൾ ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റക്ക് ആവുമായിരുന്നു. ലൈക്ക് ഇതെടുക്കുമ്പോൾ ഒരു റിവെഞ്ചിൻ്റെ ഒരു ഐഡിയ ആണോ പെട്ടെന്ന് കുട്ടിയിലേക്ക് എങ്ങനെയാണ് കുട്ടി എന്താ അതിൽ നിന്ന് ഇംബൈബ് ചെയ്യുക എന്നുള്ളതൊരു ചോദ്യമായിട്ട് വന്നു. അപ്പം ഉടനെ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള പാർട്ടിലേക്ക് ആഡ് ചെയ്യാണ്, ആനക്കുട്ടനും ചെയ്തത് തെറ്റാണ് കേട്ടോ, നമ്മളോട് അങ്ങനെ ചെയ്തുകൊണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ തയ്യൽക്കാരനോട് സംസാരിക്കാം, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ശരിയല്ല എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാമല്ലോ എന്നുള്ള രീതിയിലേക്ക് ആ ഒരു അർത്ഥം വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഐഡിയ കൺവേ ചെയ്യുന്ന രീതിയിൽ എനിക്ക് അവിടെ ഒരു ക്ലോഷർ ആഡ് ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പോൾ നമ്മളിന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെയും ബോഡി ഷെയ്മിങ്ങും ഒക്കെ എല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ കഥകളിലും ഇങ്ങനെയുള്ള ചില സെൻസറിങ് വേണ്ടേ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില പൊളിച്ചെഴുത്തുകൾ വേണ്ടേ എന്നുള്ളൊരു തോന്നൽ കലശലായിട്ട് വരുന്നുണ്ട്. ഇതൊന്നും വാലിഡേറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് അല്ല, മനസ്സിൽ വന്നത് കുറച്ച് നാളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചില തോട്ട്സ് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത്, ശരിക്കും കഥകൾ എന്നെ സംബന്ധിച്ച് കുട്ടികളിൽ ചെലുത്തുന്ന ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അവരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കണു എന്നുള്ള ഒരു കാര്യം. ആ ഒരു പാർട്ട് ആണ് എന്നെ സംബന്ധിച്ച് കുറച്ച് മുന്നോട്ട് നിൽക്കുന്നത്. എല്ലാം ഉണ്ട് ഇതിൻ്റെ ഭാഗം തന്നെയാണെങ്കിൽ കൂടെ. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് കിഡ്സ് ഫോർ കിഡ്സ് എന്നുള്ളൊരു സങ്കല്പം മൈൻഡിലേക്ക് വരികയും കൃത്യമായിട്ട് ആ ഒരു സമയത്ത് തന്നെ എൻ്റെ കയ്യിൽ എത്തിച്ചേർന്നൊരു പുസ്തകത്തെ പരിചയപ്പെടുത്താനാണ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. എ ബിയർ സ്റ്റോറി എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഇതിൻ്റെ ഈ ഇല്ലുസ്ട്രേഷൻസ് കണ്ടറിയാം, ഭയങ്കര രസമുണ്ട്. ഒരു കുട്ടി വരച്ചതാണ്. ഈ ഹിപ്പാച്ചി എന്നുള്ള വാക്ക് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? നമുക്കെല്ലാം സാരംഗ് ഹിൽസിനെ പറ്റി അറിയാമല്ലേ? നമ്മൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാണുന്ന ഒരിടമാണ്. ഒരു സമാന്തര വിദ്യാഭ്യാസത്തെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൂട്ടർ. അപ്പോൾ അവിടുത്തെ 3 കുട്ടികളെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ട്. അവരുടെ കഥയാണ്, അവരെഴുതിയ കഥയാണ്. പുറകിൽ അവരുടെ ഫോട്ടോ ഉണ്ട്, അവിടുത്തെ 3 കുട്ടികൾ. അപ്പോൾ ഈ കഥയിൽ എന്നെ ആകർഷിച്ചത് ഒരു കുട്ടി
അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നൊരു പുസ്തകം. മോന് അത് വളരെ ഇഷ്ടമാവുകയും ചെയ്തു. ഇല്ലുസ്ട്രേഷൻസൊക്കെ ഭയങ്കര ക്യൂട്ടാണ്, അവർ തന്നെ വരച്ചതാണ്. ഒരു കരടിയുടെയും ഒരു അമ്മയുടെയും 3 കുട്ടികളുടെയും കഥയാണ്. അപ്പോൾ ആ കഥയിൽ കരടി കുഞ്ഞിനെ വിഴുങ്ങുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഞാനതിലെ ചിത്രങ്ങളിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ആ ചിത്രങ്ങളാണ് ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയത്. കരടി കുഞ്ഞിനെ വിഴുങ്ങിയതിന് ശേഷം കരടിയുടെ വയറിനകത്ത് കുഞ്ഞിനെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഭയങ്കര ക്യൂട്ടാണത്. അപ്പോൾ അതിനിടയിൽ ഒരു കുഞ്ഞു കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് വായിച്ചതിന് ശേഷം മോൻ ഇതുപോലുള്ള കഥകൾ മെനയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വളരെ സാറ്റിസ്ഫൈയിങ് ആയിട്ട് തോന്നി ഈ ഒരു പുസ്തകം. അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഒരുപാട് അങ്ങനെ കുട്ടികളുടെ പുസ്തകങ്ങൾ. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ എഴുതുന്ന പുസ്തകങ്ങൾ ഒരുപാട് വരട്ടെ എന്ന് തോന്നുകയാണ്. പുസ്തകത്തിലെ കഥ വളരെ രസമുള്ളൊരു കഥയാണ്. ഒരു കരടി വന്ന് ചിന്മയെ വിഴുങ്ങുകയും സഹോദരങ്ങൾ വന്ന് ചിന്മയെ രക്ഷിക്കുകയും ചെയ്യണതാണ്. അകത്ത് വേറെ എന്താ പറയുക, വയലൻസോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ എഴുതുമ്പോൾ അതിൽ എത്രമാത്രം സെൻസിബിൾ ആയിരിക്കും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവർക്കൊരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, പിന്നെ അവർക്ക് ഒരു ക്യൂരിയോസിറ്റി, അവരുടെ ഒരു ക്രിയേറ്റീവ് തോട്ട്സ്, ഇതെല്ലാം വളരെയധികം എന്താ പറയുക, ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കഥകൾ കുട്ടികൾ ധാരാളം കാണട്ടെ, കുട്ടികൾക്ക് വേണ്ടി കഥകൾ ഉണ്ടാക്കട്ടെ. പിന്നെ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ റെസ്പോൺസിബിളായി സെൻസിബിളായിട്ട് കഥകൾ പറഞ്ഞു കൊടുക്കാനും നമുക്ക് ശ്രമിക്കാം. സോ അങ്ങനെ ഇന്നൊരു കുട്ടി പുസ്തകമാണ് പരിചയപ്പെടുത്തുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.